അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസിന ബിരുദല്ലാ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ എല്ലാ ഖൈറാത്തുകളും പോരിശകളും നമുക്ക് നൽകുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാരുണ്ട്. അവരുടെയും നമ്മുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നിറവേറ്റിത്തരട്ടെ. രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ അല്ലാഹു തീർത്തു തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ നല്ല ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസം നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. മുഹറം മാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മുഹറം എന്ന് പറഞ്ഞാൽ തന്നെ ആ പേര് തന്നെ വലിയ പവിത്രതയുള്ളത്, വലിയ ആദരവുള്ളത്, വലിയ ബഹുമാനം ഉള്ളത് എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ 4 മാസങ്ങളെ വലിയ മഹത്വമുള്ള മാസങ്ങളാണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും വലിയ മഹത്വമുള്ള മാസമാണ് മുഹറം മാസം. മാത്രമല്ല, മുഹറം മാസത്തെക്കുറിച്ച് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ മുഹറം മാസം അത് അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് പറഞ്ഞതുപോലെ മുഹറം മാസം അള്ളാഹുവിൻ്റെ മാസമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരിക്കലും ഈ മുഹറം മാസം പാഴാക്കി കളയരുത്. വലിയ വലിയ മഹത്വമുള്ള, വലിയ പോരിശയുള്ള ഒരു മാസമാണ് ഇത്. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, മാസങ്ങളിൽ പ്രധാനപ്പെട്ട 10 ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട 3 ദിവസങ്ങളാണുള്ളത് എന്ന്. അത് ഒന്നാമത്തേത് പരിശുദ്ധമായ റമളാൻ മാസത്തിലെ അവസാനത്തെ 10, അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10, പിന്നീട് വരുന്നത് മുഹറം മാസത്തിലെ ആദ്യത്തെ 10. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മുഹറം മാസത്തിലെ ആദ്യത്തെ 10 നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ധാരാളം ഇബാദത്തെടുക്കുകയും നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് ചോദിക്കാൻ പറ്റിയ നല്ല ഒരു ദിവസങ്ങളാണ് ഇത്. ഓരോ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരത്തിലുള്ള നല്ല നല്ല മഹത്വം നിറഞ്ഞ ദിവസങ്ങൾ അവർ മുതലെടുക്കുന്നതാണ്. ഒരിക്കലും അവർ ഇത്തരത്തിലുള്ള ദിവസങ്ങളും മാസങ്ങളും പാഴാക്കി കളയില്ല. ഇന്ന് ധാരാളം ആളുകളുടെയും ഏറ്റവും വലിയ ഒരു വിഷമമാണ് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലായ്മ. ധാരാളം ആളുകളും കാണുമ്പോഴും പറയുന്ന കാര്യമാണ്, ഉസ്താദേ, സാമ്പത്തികമായിട്ടും ഒന്നുമില്ല, കടത്തിലാണ്, ദാരിദ്ര്യത്തിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്, വിഷമത്തിലാണ്, എന്താണ് ചെയ്യുക, എന്തെങ്കിലും പരിഹാരമാർഗമുണ്ടോ, ഉസ്താദ് ദുആ ചെയ്യണം എന്നൊക്കെയും പറയുന്ന ധാരാളം ആളുകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കണമെങ്കിൽ സമ്പത്ത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സമ്പത്ത് ഇല്ലാത്ത ആളുകൾക്ക്, കയ്യിൽ പണം ഇല്ലാത്ത ആളുകൾക്ക് നമുക്കറിയാം, അവർക്ക് പിന്നീട് അവരുടെ കുടുംബത്തിലും അവരുടെ മക്കളുടെ ഇടയിലും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഇടയിലും ഒന്നും അവർക്ക് ഒരു നിലയും വിലയും ഉണ്ടാകില്ല. മാത്രമല്ല, നമുക്കൊക്കെയും എന്തെല്ലാം ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുള്ളവരാണ്. എത്രയോ ആളുകൾ ഒരു സ്വന്തമായിട്ട് വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും, സ്വന്തമായിട്ട് വീട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. എല്ലാ രക്ഷിതാക്കളുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും ആരുടെയും മുന്നിൽ തലകുനിക്കാതെ, കൈനീട്ടാതെ അവരുടെ പെൺമക്കളെ നല്ല അന്തസ്സോടുകൂടിയും അഭിമാനത്തോടുകൂടിയും കെട്ടിച്ചയക്കാൻ. അപ്പോൾ അതിനൊക്കെയും പണം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം.
അതുകൊണ്ടാണല്ലോ ഇന്ന് ധാരാളം ആളുകളും ജീവിക്കാനാവശ്യമായ പണം അവരുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് കടം വാങ്ങാൻ നിർബന്ധിതരാകുന്നത്. ഇന്ന് കടമില്ലാത്തവരായിട്ട് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കടം എന്നുള്ളത് നമ്മൾ നിസ്സാരമാക്കേണ്ട കാര്യമല്ല, അത് നമ്മൾ വലിയ ഗൗരവമാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടക്കാരായി മരണപ്പെട്ടവരുടെ മയ്യത്ത് നിസ്കരിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കടത്തോടു കൂടിയുള്ള മരണത്തെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കടങ്ങൾ വീടിക്കിട്ടുവാനും ജീവിതത്തിൽ അനുഭവിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറി സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആനിലെ നാം എല്ലാവർക്കും അറിയാവുന്ന ധാരാളം ആളുകളും ധാരാളമായിട്ടും ഓതുന്ന ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ സൂറത്ത് ഇറങ്ങിയ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ സന്തോഷത്തോടു കൂടിയും ആഹ്ലാദത്തോടു കൂടിയും സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു സൂറത്താണ് ഇത്. കാരണം സ്വഹാബാക്കളോട് പറഞ്ഞു, ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും, നിങ്ങളുടെ കടങ്ങളെല്ലാം നിങ്ങൾക്ക് വീടിക്കിട്ടും, ദാരിദ്ര്യമില്ലാത്ത നല്ല സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയുമുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുത്തു. ആ സൂറത്ത് ഏതാണ് എന്നറിയണ്ടേ? ആ സൂറത്താണ് സൂറത്തുൽ ഇൻഷിറാഹ്. ധാരാളം മഹത്വങ്ങളും ശ്രേഷ്ഠതകളുമുള്ള സൂറത്താണ് ഇത്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സൂറത്തിനെ കുറിച്ച് പറയുന്നു, നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അത് നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പമാകാൻ ഈ സൂറത്ത് നിങ്ങളെ സഹായിക്കും എന്ന്. ഈ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് എന്നും ജീവിതത്തിൽ സന്തോഷമായിരിക്കും ഉണ്ടാകുക. അവർക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നങ്ങളും ഒരു പ്രയാസങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും അള്ളാഹു നൽകുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒന്നാണ് മനസ്സമാധാനം എന്നുള്ളത്. എന്നാൽ ഈ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല മരണം വരെ അവർക്ക് മനസ്സമാധാനം നൽകുന്നതാണ്. ഈ സൂറത്ത് പതിവായി ഓതുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നൽകും. അവർക്ക് പിന്നീട് കടങ്ങൾ ഉണ്ടാകില്ല. അവരുടെ മരണം വരെ അവരുടെ എല്ലാ ആവശ്യത്തിനും അല്ലാഹു ധാരാളം പണം അവർക്ക് നൽകും. പണത്തിനൊരു ബുദ്ധിമുട്ടും അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകില്ല. ഈ സൂറത്ത് നിങ്ങൾ ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം നിങ്ങൾ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ നിങ്ങളുടെ എന്ത് തന്നെ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു പെട്ടെന്ന് നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ്. കാരണം ഇത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സൂറത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അള്ളാഹു അതിന് ഉത്തരം നൽകും. ഇനി നിങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഇത് പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരു ടെൻഷനോ വിഷമമോ പ്രയാസമോ ഒന്നും തന്നെ ഉണ്ടാകില്ല. നല്ല സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതമായിരിക്കും മരണം വരെ ഉണ്ടാകുക. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഈ സൂറത്ത് നിങ്ങൾ ഓതി മന്ത്രിച്ച് വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പമായി കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ പ്രധാനമായിട്ടും ഈ മുഹറം മാസത്തിലെ ഈ ആദ്യത്തെ 10 എല്ലാ ദിവസങ്ങളിലും വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും ധാരാളം ഈ സൂറത്ത് ഓതി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ചുരുങ്ങിയത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂറത്ത് ഓതുക. എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇനി നിങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും
ഒരു പ്രാവശ്യം ഈ സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ഞാൻ ഉറപ്പ് തരികയാണ്, നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും വരികയില്ല. ജീവിതത്തിൽ പണത്തിനൊരു ബുദ്ധിമുട്ടും അല്ലാഹു നിങ്ങൾക്ക് നൽകില്ല. അതുകൊണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഈ സൂറത്ത് പതിവാക്കുക. പ്രധാനമായിട്ടും ഈ മുഹറം മാസത്തിൽ നിങ്ങൾ ഈ സൂറത്ത് ധാരാളം പാരായണം ചെയ്യുക. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാതെയാക്കി ജീവിതത്തിൽ നല്ല ഹൈറും ബർക്കത്തും സന്തോഷവും അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.